അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നുള്ള പാർട്ടികളും ഒക്കെ എടുത്തു നോക്കിയാൽ ഏതൊക്കെ മുന്നണിയിലുണ്ടായിരുന്നോ അതൊക്കെ കാണുന്നത് ഇതേ സ്വഭാവമൊക്കെ തന്നെയാണ്. എവിടെയാണോ കൂടെ നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് എന്താണ് വെട്ടി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതേ ഉള്ളൂ കാണാനുള്ളൂ. അതിപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാച്ചാൽ മതി. ഇനി എൻ്റെ അപ്പുറവും വരും. ആ സ്വരങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളത്. ദീപിക പത്രത്തിൽ വരുന്ന എഡിറ്റോറിയലുകളെയാണ് വിമർശിച്ചിട്ടുള്ളത്. അത് വരുന്നത് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിമർശനം വന്നു, ദീപിക വിമർശിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ. ഇപ്പോൾ FCRയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സഭയുടെ ഒരു ആശങ്കയല്ലേ? ദീപിക എന്ന് പറഞ്ഞ പത്രം അത് ഏതെങ്കിലും സഭയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സാമൂഹിക വിഷയങ്ങൾ എല്ലാം എടുത്ത് അതിൽ വന്യമൃഗത്തിൻ്റെ വിഷയമായാലും ഛത്തീസ്ഗഡിൻ്റെ വിഷയമായാലും എടുത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. ആരെങ്കിലും അതിനെ ആ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ഇടപെടിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ എന്തെങ്കിലും ഇടപെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റബ്ബറിൻ്റെ വിഷയമായിരിക്കും. എല്ലാത്തിനും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള മെസ്സേജുകളൊക്കെ അതിനകത്ത് വരും. ഇതാർക്കും എതിരല്ല. പക്ഷെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും. എവിടെയാണോ ഇരിക്കുന്നത് അതിനെതിരെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് FCRയുടെ കാര്യം പറഞ്ഞുകൊണ്ട് FCRയുടെ ആ ചർച്ച മാറ്റി വെപ്പിച്ചത് അദ്ദേഹം അവിടെ ഇടപെട്ടിട്ടാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം അങ്ങനെ എത്ര സ്നേഹം ഉണ്ടായിരുന്നു. എന്തിനാ ഇത് കൊണ്ടുവന്നേ? ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ അങ്ങനെ ഒരു കൺസിഡറേഷനിലേക്ക് ആ ബില്ലിലേക്ക് വന്നത് എന്തിനാ? അത് പാർലമെന്റ് പ്രസന്റ് ചെയ്യുന്ന എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. അത്ര സ്നേഹമായിരുന്നു. സഭയ്ക്ക് ഇതാണ് നിലപാടെങ്കിൽ തിരിച്ചു അങ്ങനെ ആയിരിക്കും. അല്ല, അതൊക്കെ ഓരോ പേടിപ്പീര്. അത് എല്ലാ കാലത്തും എനിക്കറിയാമല്ലോ, കുഞ്ഞാറ്റിലൊക്കെ നടന്നിട്ടുള്ളതാണ്. പാലായിലെ കണക്കുകളൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും നമ്മുടെ LDF നേതാക്കന്മാരൊക്കെ ഇരുന്നു ചർച്ച ചെയ്തു. അത് വളരെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം. അവരെല്ലാം ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഞാൻ പറഞ്ഞത് സിമെന്റ് പോലെ കോൺക്രീറ്റ് പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് എപ്പോഴും ഞാൻ തുടക്കത്തെ തൊട്ടുള്ള ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ജനതയെ അറിയാം. മാത്രമല്ല, നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന വിഷയങ്ങൾ അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സബ്ജക്റ്റുകൾ, അത് വികസനമാകാം, ചേർത്ത് പിടിക്കലാകാം, എന്താകും, അതിലൊക്കെ എപ്പോഴും ആത്മാർത്ഥമായി നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എവിടെന്നെങ്കിലും ഓടി വന്ന് അങ്ങനെ നടത്തിയ ഒരാളൊന്നുമല്ല. എല്ലാ എപ്പോഴും ഇവിടെ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കാൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ അതിന് വളരെ പൂവറാണ്. അതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുന്നവരൊക്കെ പ്രഡിക്റ്റ് ചെയ്തോട്ടെ. അങ്ങനെയുടെ ഈ ആത്മവിശ്വാസം കൊണ്ടും അപ്പുറത്ത് തോൽവി ഭയന്നുകൊണ്ടുമാണോ ഈ സഭയ്ക്കെതിരെയുള്ള ഭീഷണി ഭാഗത്തുണ്ടാവുന്നത്? അങ്ങനെയൊക്കെ അത് ആകാമല്ലോ, അതൊക്കെ ആകാമല്ലോ. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും ഭീഷണി കിടക്കേണ്ട കാര്യമില്ല. അല്ല, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിറ്റേന്നാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ സഭ കൂടെ ഇല്ലായിരുന്നു എന്ന് ഷോൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ സഭയെ സംബന്ധിച്ചോളം ആരെയും കൂടെ ഉണ്ടെന്നാ സഭ പറയാറുണ്ടോ? അപ്പോൾ പറയാറില്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഇഷ്യൂസ് ഉണ്ട്, ജനകീയ ഇഷ്യൂസ് ഉണ്ട്. സഭയുടെ ഇഷ്യൂസ് മാത്രമല്ല, എത്രയോ ജനകീയ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയം സഭ ഏറ്റെടുത്തിട്ടില്ലേ? ഇപ്പോൾ അവിടെയുള്ള നമ്മുടെ കുട്ടനാട്ടിലുള്ള അവിടുത്തെ നെൽകർഷകരുടെ ഇഷ്യൂസ് ഇല്ലേ, അത് സഭ ഏറ്റെടുത്തിട്ടില്ലേ? വളരെ ജനകീയ സാമൂഹിക വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനപ്രതിനിധികൾ അതിനകത്ത് ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ. FCRയിലെ ആശങ്ക പാലായിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഇതൊരു ജനാധിപത്യത്തിൽ നമുക്കറിയാം ഭരണഘടനയ്ക്ക് തരുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അർഹതപ്പെട്ടതുകൊണ്ട് ആ അർഹതപ്പെട്ടതും അവകാശങ്ങളും അതിനകത്ത് നുഴഞ്ഞു കയറി അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതിപ്പം ഇന്ന് ന്യൂനപക്ഷത്തിനെതിരെ ആയിരിക്കും, അടുത്തൊരു ദിവസം വേറെ ഒരു സമുദായത്തിനെതിരെ ആയിരിക്കും, വേറെ ഒരു സമൂഹത്തിനെതിരെ ആയിരിക്കാം. അത് കൃത്യമായിട്ട് അത് നമുക്ക് നോക്കി നിൽക്കാൻ പാടില്ല. ഒരുമിച്ചിരുന്നത് പോരാട്ടം നടത്തേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അതനുസരിച്ച് വിലയിരുത്തി കാണും. BJP ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ സഭയ്ക്കൊപ്പം നിങ്ങളൊക്കെ നിൽക്കും? BJP അപ്പുറത്ത് ഈ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങണമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, സഭയെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങൾ സഭയെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അത് സഭ എന്നുള്ളതല്ലല്ലോ. ആരെ ഭീഷണിപ്പെടുത്തിയാലും അത് ശരിയല്ലല്ലോ. ജനാധിപത്യത്തെ അങ്ങനെ ഭീഷണി കൊണ്ട് നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സംസ്ഥാന തലത്തിൽ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ പുറകോട്ട് പോകും എന്ന് ചില മാധ്യമങ്ങൾ വിലയിരുത്തിയ പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ മുന്നേറും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന നമ്മളൊരു
അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരും. കോട്ടയത്ത് കടുത്തുരുത്തിലാണ് ഈ പോളിംഗ് കുറഞ്ഞിട്ടുള്ളത്. കടുത്തുരുത്തിൽ പ്രതീക്ഷയുണ്ട്. അടുത്തുരുത്തി നേരത്തെ തന്നെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പ്രതീക്ഷ. ഇപ്പൊ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ തുടങ്ങി കഴിഞ്ഞു. പിന്നെ ആണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ അവർ കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടത്തിട്ട് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നിന്നാണോ എറണാകുളത്തു നിന്നൊക്കെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതെ, പല എല്ലാ ജില്ലകളിലും ഒക്കെ പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ മന്ത്രിമാരെ നിശ്ചയിച്ച് യോഗം ചേർന്നാണ് പറയുന്നത്. ആ ഒരു തനിയാവർത്തനമായിരിക്കും ഇത്തവണ. അതിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവർ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലേക്ക് ഞാൻ കിടക്കുന്നു. ജോസ് കെ മാണി LDF കാപ്പനെ വ്യക്തിപരമായി ആക്രമിച്ചു, വ്യക്തിഹത്യ നടത്തിയെന്നൊരു ആരോപണമുണ്ട്. അതാരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെടുത്ത് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് ഇവിടെ ചോദിച്ചാൽ പറയും. അതിനകത്ത് രാവിലെ 5:30 മണിക്ക് എനിക്കെതിരെ തുടങ്ങി. അതെ, ഒരു അനുസ്മരണത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പം രാവിലെ 5:30 മണിക്ക് ചവറ് പോലെ 100-300 പോസ്റ്റിങ് വന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു.